മർച്ചന്റ് നേവിയിലെ മിക്കവാറും എല്ലാ ഓപ്പറേഷൻസും വളരെ ക്രിട്ടിക്കലാണ്. കാർഗോ ലോഡിംഗ് ആൻഡ് ഡിസ്ചാർജിങ്, മൂറിംഗ് ആൻഡ് അൺമൂറിംഗ്, ബങ്കറിംഗ് ഓപ്പറേഷൻ, അതേപോലെ തന്നെ ട്രാഫിക്സിലൂടെ കപ്പലെടുത്ത് പോകുന്നത്. ഇതൊക്കെയാണ് കപ്പലിലെ ക്രിട്ടിക്കൽ ഓപ്പറേഷൻസ്. ക്രിട്ടിക്കൽ ഓപ്പറേഷനിലെ ഒരു കീ പ്ലെയർ ആണ് വാച്ച് കീപ്പേഴ്സ്. വാച്ച് കീപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രിഡ്ജിലെ നാവിഗേഷണൽ ഓഫീസറും ഏബിൾ സീമാനും, അതുകൂടാതെ എഞ്ചിൻ റൂമിലാണെങ്കിൽ ഡ്യൂട്ടി എഞ്ചിനീയർ, അതായത് മറൈൻ എഞ്ചിനീയറും മോട്ടർമാനും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വൈപ്പറിന്റെ ലൈഫ് കാണിച്ചു. ട്രെയിനി വൈപ്പറായിട്ട് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഫെമിലറൈസേഷൻ, ജോബ് റെസ്പോൺസിബിലിറ്റി, അതിനുശേഷം ടാർ ബുക്കിൽ, ട്രെയിനിങ് റെക്കോർഡ് ബുക്കിൽ തന്ന ടാസ്ക് അനുസരിച്ച് എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഒരു മോട്ടർമാനായിട്ട് പ്രൊമോഷൻ എടുക്കുന്നതെന്നും കാണിച്ചു തന്നു. ഈ ഒരു വീഡിയോയിൽ ഞാനൊരു മോട്ടർമാൻ്റെ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. അതായത് മോട്ടർമാൻ്റെ ലൈഫ്, വാച്ച് കീപ്പിംഗിൽ എന്തൊക്കെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്, എക്സ്ട്രാ എന്തൊക്കെ അഡീഷണൽ ഡ്യൂട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ മോട്ടർമാൻ്റെ ഫെമിലറൈസേഷൻ ഒന്നും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫെമിലറൈസേഷൻ ഷിപ്പിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. അപ്പം ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ നമുക്ക് മോട്ടർമാൻ്റെ ലൈഫിലോട്ട് കിടക്കാം. കപ്പൽ കരയിൽ അടുപ്പിച്ച ശേഷം കപ്പലിലെ മെയിൻ എഞ്ചിൻ സെക്യൂർ ചെയ്യുന്നതും, കപ്പൽ കരയിൽ നിന്ന് വിടുന്നതിന് മുമ്പ് മെയിൻ എഞ്ചിൻ റെഡി ചെയ്യുന്നതും, ബ്രിഡ്ജിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയ ശേഷം ഡ്യൂട്ടി എഞ്ചിനീയറും ഡ്യൂട്ടി എഞ്ചിനീയറുടെ അസിസ്റ്റന്റായ മോട്ടർമാനും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഡ്യൂട്ടി എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം ടർബോ ചാർജറിന്റെ കവർ ഇടുന്നത്, മോട്ടർമാൻ ഇൻഡിക്കേറ്റർ കോക്ക് ഓപ്പൺ ചെയ്യുന്നത്, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എയർ സ്റ്റാർട്ടിംഗ് വാൾവ് ഓപ്പൺ ചെയ്യുന്നത്, എഞ്ചിൻ സെക്യൂർ ചെയ്യുകയാണെങ്കിൽ എയർ സ്റ്റാർട്ടിംഗ് വാൾവ് ക്ലോസ് ചെയ്യുന്നത്, മെയിൻ എയർ ബോട്ടിൽ വാൾവൊക്കെ ക്ലോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതോ ഇതൊക്കെ ട്രെയിൻ ചെയ്ത ശേഷം, ഫ്ലോ മീറ്റർ റീഡിങ്, മെയിൻ എഞ്ചിൻ്റെയും ജനറേറ്ററിൻ്റെയും ബോയിലറിൻ്റെയും സിലിണ്ടർ ഓയിലും ഫ്ലോ മീറ്റേഴ്സൊക്കെ എടുത്ത് റെക്കോർഡ് ചെയ്യുന്നത്, ഫ്രഷ് വാട്ടർ ജനറേറ്റർ സ്റ്റാർട്ട് ഓഫ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ഓക്സിലറി എഞ്ചിൻ പ്രിപ്പറേഷൻ, മെയിൻ്റനൻസ് വർക്ക്, ഡേർട്ടി വർക്ക്, മെയിൻ്റനൻസ് വർക്കിൽ ഫിറ്ററിനെയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓഫീസർ, അതർ എഞ്ചിനീയേഴ്സ് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, ഫ്ലോർ ക്ലീനിങ്, ഫിൽട്ടർ ക്ലീനിങ്, ഇതൊക്കെയാണ് ഒരു മോട്ടർമാൻ്റെ വാച്ച് കീപ്പിങ്ങിലല്ലാതെ പുറമെ വരുന്ന ജോലികൾ. ഇനി വാച്ച് കീപ്പിങ്ങിലാണെങ്കിലോ, ഇൻകമിങ് മോട്ടർമാൻ ഒരു 15 മിനിറ്റ് മുൻപേ എഞ്ചിൻ റൂമിൽ റൗണ്ടൊക്കെ എടുത്തതിന് ശേഷമാണ് കൺട്രോൾ റൂമിലേക്ക് എൻട്രി ചെയ്യുന്നത്. എഞ്ചിൻ റൂമിൽ ഓൺ ഗോയിങ് ജോബ്, എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത്, സീനിയർ എഞ്ചിനീയേഴ്സ് എന്തെങ്കിലും സ്റ്റാൻഡിങ് ഓർഡർ തന്നിട്ടുണ്ടോ എന്നിവയൊക്കെ ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഹാൻഡിങ് ഓവർ, ടേക്കിംഗ് ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ലോഗ് ബുക്ക് റീഡിങ്സ് ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം പാനലിലൊക്കെ പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ഇലക്ട്രിക്കൽ പാനലിൽ റണ്ണിങ് മോട്ടോഴ്സിൻ്റെ ഒക്കെ ആംപിയേഴ്സും അതേപോലെ തന്നെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം റൗണ്ട്സ് എടുക്കുന്നതായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് വീഡിയോ പർപ്പസിന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ തിരിച്ച് ഇതിന് ശേഷം ഹാൻഡിങ് ഓവർ, ടേക്കിംഗ് ഓവറിന് ശേഷമാണ് ഈ റൗണ്ട്സ് എടുക്കുന്നതൊക്കെ കാണിച്ചു തരുന്നത്. നോർമൽ വാച്ച് റൂട്ടീൻസിൽ എഞ്ചിൻ റൂം റൗണ്ട്സ് എടുക്കുമ്പോൾ ടാങ്ക് ലെവൽ ആൻഡ് സൗണ്ടിങ്സ്, സ്റ്റിയറിംഗ് ഗിയറിലെ ഗ്രീസിംഗ് പോയിന്റ്സും ഗ്രീസിംഗ് എഫക്റ്റീവ്നെസ്, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ,
വെരിഫൈ ഡീസ്ലെഡ്ജിങ് പോർട്ട് കറക്റ്റായി ഡീസ്ലെഡ്ജ് ആവുന്നുണ്ടോന്നൊക്കെ. ടാങ്ക് ഡ്രെയിൻസ്, അതായത് HFO ഹെവി ഫ്യൂൽ ഓയിലിൻ്റെ സെറ്റിലിംഗ് സർവീസ് ടാങ്കൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വാട്ടർ മോയ്സ്ചറൊക്കെ ഡ്രെയിൻ ചെയ്യുക. മോട്ടറിൻ്റെ ഒക്കെ ആംസ് ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുക. ഓക്സിലറി എഞ്ചിൻ്റെ ഓയിൽ ലെവൽസ്, പിന്നെ മറ്റുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക. ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്യൂട്ടി എഞ്ചിനീയർ ഇൻഫോം ചെയ്യുക. സൂട്ട് ബ്ലോ അല്ലെങ്കിൽ ടർബോ ചാർജർ ഗ്രിഡ് വാഷ് ചെയ്യുന്നതിന് മുമ്പ് ബ്രിഡ്ജിൽ കോൾ ചെയ്തിട്ട് ഇൻഫോം ചെയ്യുക. ഫിൽട്ടർ ക്ലീനിങ്, ഡെയിലി ഡോസിങ് ടാങ്ക് ഫില്ലപ്പ് ചെയ്യുക. മെയിൻ എഞ്ചിൻ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അതേപോലെ തന്നെ സീവേജ് സിസ്റ്റം, മെയിൻ എയർ കംപ്രസർ, എയർ ബോട്ടിൽസ് ഡെയിലി ഡ്രെയിൻ ചെയ്യുക എല്ലാ വാച്ചിലും. വാട്ടർ മോയ്സ്ചറൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയുക. ഓരോ ഫ്ലോറും റൗണ്ട് എടുത്ത് 1 by 1 ലാസ്റ്റ് എത്തുന്നത് എഞ്ചിൻ റൂമിലെ ഏറ്റവും ബോട്ടമായ ടാങ്ക് ടോപ്പിലോട്ടാണ്. ടാങ്ക് ടോപ്പിൽ ബിൽജ് വെൽസ് ആണുള്ളത്. ഏതെങ്കിലും എവിടെയെങ്കിലും വാട്ടർ ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയാണ് പോയി കലക്ട് ആവുന്നത്. അതിൽ ഓയിൽ ലെവലോ അല്ലെങ്കിൽ വാട്ടർ ലെവലോ കൂടിക്കഴിഞ്ഞാൽ പമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓയിലോ വേസ്റ്റ് ഓയിൽ അതേപോലെ തന്നെ ബിൽജ് വാട്ടർ അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. ഈ ഡെയിലി വാച്ച് റൂട്ടീൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഡ്യൂട്ടി എഞ്ചിനീയർ അടുത്ത് ഇൻഫോം ചെയ്തിട്ട് നമുക്ക് ഒരു ½ an hour റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഈ റെസ്റ്റ് അവേഴ്സിൽ നമ്മൾ മേലെ പോയിട്ട്, അതായത് കിച്ചണിൽ പോയിട്ട് ടീ സ്നാക്സ് അതുപോലെ കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ECR എൻജിൻ കൺട്രോൾ റൂമിൽ തന്നെ ഒരു പാൻട്രി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ ഞാനൊരു ഫിറ്ററിൻ്റെ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. എന്തൊക്കെ ട്രെയിനിങ് ആണ് ഒരു ഫിറ്ററായിട്ട് മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത്, ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ് റിക്വയർമെൻറ്റ്, ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയായിരിക്കും ജോബ് റെസ്പോൺസിബിലിറ്റി, അതൊക്കെയാണ് ഞാനൊരു പ്രാക്ടിക്കൽ വീഡിയോ കൂടി കാണിക്കാൻ പോകുന്നത്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ ബൈ.